വളരെ രസകരമായ ഒരു കാര്യമാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ കഴിഞ്ഞ ദിവസം നടന്നത്. ഇലക്ഷന് പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ പേരിന് സമാനമായി പേരുള്ള ആളുകളും നോമിനേഷൻ കൊടുക്കാറുണ്ട്. പലപ്പോഴും ഇവർ പ്രതീക്ഷിക്കുന്നതിലും അധികം വോട്ടുകൾ പിടിക്കുകയും ചെയ്യും. പല സീറ്റുകളിലും ഈ അപരന്മാർ കാരണം ജയിക്കേണ്ട സ്ഥാനാർത്ഥികൾ തോറ്റ അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. പേരിലെ ആശയക്കുഴപ്പം ഒരു കമ്പനിയുടെ ഓഹരി വിലയിൽ ഒറ്റ ദിവസത്തെ കുതിപ്പിന് കാരണമായി മാറി. പുതിയതായി ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത LG ഇലക്ട്രോണിക്സിന്റെ പേരിനോട് സാമ്യമുള്ള കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള വാഹന ഘടക നിർമ്മാണ കമ്പനിയായ LG ബാലകൃഷ്ണൻ ബ്രദേഴ്സ് ഓഹരികളാണ് ഒറ്റ ദിവസം 15% ഉയർന്നത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഇഷ്യൂ വിലയേക്കാൾ 50% ഉയർന്ന വിലയിലാണ് ദക്ഷിണ കൊറിയൻ ഇലക്ട്രോണിക്സ് രംഗത്തെ ഭീമന്മാരായ LG ഇലക്ട്രോണിക്സ് ഇന്ത്യ ലിസ്റ്റ് ചെയ്തത്. എന്നാൽ അതിന് പിന്നാലെ LG ബാലകൃഷ്ണൻ ബ്രദേഴ്സിന്റെ ഓഹരി വിലയും കുതിച്ചു കയറുകയായിരുന്നു. LG ഇലക്ട്രോണിക്സ് എന്ന് തെറ്റിദ്ധരിച്ച് ചില നിക്ഷേപകർ LG ബാലകൃഷ്ണൻ ലിമിറ്റഡിൽ നിക്ഷേപം നടത്തിയതാകാം ഓഹരി വിലയിലെ കുതിപ്പിന് കാരണമായതെന്നാണ് കരുതുന്നത്. ഇത് സംബന്ധിച്ച് സ്ഥിരീകരണമൊന്നും ലഭ്യമല്ല. ഓഹരി വില ഉയരാൻ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെന്ന് ബാലകൃഷ്ണൻ കമ്പനി ഓഹരി വിപണിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. LG ഇലക്ട്രോണിക്സിന്റെ ലിസ്റ്റിംഗ് ലാഭത്തിന്റെ ആദ്യ പങ്ക് നേടിയെടുക്കാൻ നിക്ഷേപകർ തിരക്ക് കൂട്ടിയപ്പോൾ അവരിൽ ചിലർക്ക് ഓഹരി കോഡ് മാറിപ്പോവുകയും അത് അവരെ LG ബാലകൃഷ്ണൻ എന്ന ഓഹരികളിൽ എത്തിക്കുകയും ചെയ്തുവെന്നാണ് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചൊവ്വാഴ്ച കമ്പനിയുടെ ഓഹരികൾക്ക് പെട്ടെന്ന് ആവശ്യക്കാർ കൂടുകയായിരുന്നു. 20 ദിവസത്തെ ശരാശരി കണക്ക് നോക്കിയാൽ 74,680 ഓഹരികളാണ് ഒരു ദിവസം ട്രേഡ് ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ ചൊവ്വാഴ്ച 6.56 ലക്ഷം ഓഹരികൾ കൈമാറ്റം ചെയ്തു. അതോടെ ഓഹരി വില 52 ആഴ്ചത്തെ ഉയർന്ന നിലവാരമായ 1640 എത്തുകയും ചെയ്തു. എന്നാൽ ഇത് അധികം നീണ്ടു നിന്നില്ല. വൈകിട്ട് വ്യാപാരം അവസാനിച്ചപ്പോഴേക്കും 1367 രൂപയായി ഇത് കുറഞ്ഞു. ഇന്നത്തെ വില 1350 രൂപയാണ്. ഇരുചക്ര വാഹനങ്ങൾക്കും മറ്റും എഞ്ചിനുമായി ബന്ധിപ്പിക്കുന്ന ചെയിനുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണിത്. അതോടൊപ്പം മറ്റുള്ള ചില വാഹന ഘടകങ്ങളും ഇവർ നിർമ്മിക്കുന്നുണ്ട്. അമേരിക്ക ഉൾപ്പെടെ ഒട്ടേറെ രാജ്യങ്ങളിലേക്ക് ഇവർ കയറ്റുമതി ചെയ്യുന്നുണ്ട്. 1930 തുടങ്ങിയ ഈ കമ്പനിക്ക് ഇപ്പോൾ 19 പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. 4319 കോടി രൂപയാണ് ഇവരുടെ മൊത്തം വിപണി മൂല്യം. LG ഇലക്ട്രോണിക്സ് ഇന്ത്യയുടെ മൂലധനം ഏകദേശം 1.14 ലക്ഷം കോടി രൂപയാണ്. LG ഇലക്ട്രോണിക്സിലുള്ള നിക്ഷേപകരുടെ അമിതമായ വിശ്വാസമാണ് ഇത് വ്യക്തമാക്കുന്നത്. റെക്കോർഡ് നേട്ടവുമായി LG ഇലക്ട്രോണിക്സ് IPO എത്തിയതും ഇന്ത്യൻ വിപണിയിൽ ആദ്യമായി ഒരു കമ്പനിയുടെ IPO സബ്സ്ക്രിപ്ഷൻ 4 ലക്ഷം രൂപ മറികടക്കുകയും ചെയ്തിരുന്നു. ഇതുവരെ ഒരു ഇന്ത്യൻ കമ്പനിക്കും IPOയിൽ ഇത്രയും വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. LGയുടെ ഈ IPO പൂർണ്ണമായും ഓഫർ ഫോർ സെയിലായിരുന്നു. സമാഹരിക്കുന്ന പണം കമ്പനിയുടെ വളർച്ചക്കായിട്ടല്ല ചെലവാക്കാൻ പോകുന്നത്. അതായത് പ്രൊമോട്ടർമാരായ കൊറിയൻ കമ്പനി അവരുടെ ഓഹരികൾ വിറ്റ് പണമാക്കി മാറ്റുകയാണ് ഇതിലൂടെ ചെയ്തത്. എന്തായാലും LG എന്ന ആ രണ്ടക്ഷരം ജനങ്ങളുടെ മനസ്സിൽ നേടിയിരിക്കുന്ന സ്ഥാനം വളരെ വലുതാണ്. അല്പനേരത്തെ കാണെങ്കിൽ കൂടി LG ബാലകൃഷ്ണൻ ആൻഡ് ബ്രദേഴ്സ് കൈവരിച്ച വളർച്ച LG എന്ന ബ്രാൻഡിലുള്ള ഇന്ത്യക്കാരുടെ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്.